ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തി തരാവേ. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പനിക്കൂർക്കയില. കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും ഇതിൻ്റെ നീര് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒത്തിരി ഉണ്ട് നമ്മുടെ വീട്ടിൽ. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ചോട്ടിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള 3 സുന്ദരിമാരാണ് കേട്ടോ. ഗിരിരാജ ഇനത്തിൽപ്പെടുന്നവരാണ്. ഇവരെല്ലാവരും മുട്ടയിടുന്നവരാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മൾ വാങ്ങി നട്ടതാണ്. ആക്ച്വലി ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് ഒരു മധുരവും ഒരു പുളിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണിതിൽ. ഒരു ചെറിയൊരു റംബൂട്ടാൻ്റെയൊക്കെ പോലെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. 3 കുരുകളുണ്ടാവും. ഇങ്ങനെയാണ് ഇതുണ്ടാവുന്നത്. ഇത് ഒറ്റ മരവേ ഉള്ളൂ നമ്മുടെ അടുത്ത്, പക്ഷേ നിറച്ചും അതിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്, പുളിയും മധുരവും കൂടെ ആകുമ്പം. ഇത് പിന്നെ കറ്റാർ വാഴ നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ വീട്ടിൽ. നമ്മളത് ഒറ്റ ചുവട് കൊണ്ട് നട്ടതാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ അത് ഉപയോഗിക്കാറില്ല, പക്ഷേ നമ്മുടെ അയൽവക്കക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പം അവർക്ക് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. വെള്ളം ഒഴിക്കാത്തതിൻ്റെ ചെറിയൊരു ഇത് കാണുന്നുണ്ട്, ചെറിയൊരു വാട്ടമുണ്ട്. പക്ഷേ ഇത് വളരെ നല്ലതാണ് ഹെയറിനും ഫേസിനും എന്നൊക്കെയാണ് നമുക്കറിവുള്ളത്. കണ്ടോ, അതിൻ്റെ ജെല്ല് ഇങ്ങനെ ഞെക്കിയപ്പോഴത്തേക്കും ഈ ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തലയിൽ തേക്കാനും അതുപോലെ മുഖത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ജെല്ലാണ്. ഇത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള നാടൻ കോഴികളാണ് കേട്ടോ. തനി നാടൻ കോഴി എന്ന് പറയില്ലേ, ചെറിയ കോഴികൾ. അതിൻ്റെ എഗ്ഗാണേലും ചെറിയതായിരിക്കും, പക്ഷെ നല്ല എന്താ പറയുക, ഇതാണ് ഏറ്റവും നല്ല എഗ്ഗ് എന്നാണ് പറയപ്പെടുന്നത്. 2 പേരേ ഉള്ളൂ. ഇത് പിന്നെ പിരിയൻ മുളക്. നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലൊന്നും പിരിയൻ മുളകൊന്നും ഉണ്ടാകത്തില്ല, തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന്. നമ്മുടെ സാധാരണ ഉണക്കമുളകില്ലേ, കൊമ്പൻ മുളക് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ പൊടിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പിരിയൻ മുളക്. അപ്പോൾ ഇത് നല്ലതാണ്, നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. നമ്മുടെ ആവശ്യത്തിനുള്ള ആയിട്ട് നല്ലപോലെ ഉണ്ട് പിരിയൻ മുളക്. ഇത് ചേമ്പ്, സാധാരണ ചേമ്പ്, അതും ഉണ്ട്. ഈ വർഷം നമ്മൾ പറിച്ചിട്ടില്ല, കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് അടുത്തതൊരു കറ്റാർ വാഴയാണ്. അത് വീണ്ടും നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് നട്ടതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കാറില്ല, നമ്മൾ കുഞ്ഞൻ പാവയ്ക്ക. അപ്പോൾ അത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.